അവരൊരു ആപ്ലിക്കേഷൻ വഴി ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നത് അത്ര എക്സ്പ്ലിസിറ്റ് അല്ലാത്തൊരു കണ്ടന്റ് ആയിരിക്കും. പക്ഷേ അവരുടെ ഫോൺ കൂടെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അവർ പോലും അറിയുന്നില്ല. ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വഴി അവരുടെ ഇതുൾപ്പെടെ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് എന്ന് പറഞ്ഞ് പോകുന്നത് അത് ഫോൺ ലീക്ക് ചെയ്ത പോലത്തെ കോണ്ടന്റ്സ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പം അവരുടെ ഉദ്ദേശം മേ ബി ഒരു 10% അത്രയും മാത്രം കാണിച്ചിട്ടാണെങ്കിൽ ബാക്കി 90% അത് ലൈക്ക് ഫോൺ ഹാക്ക് ചെയ്ത് ലീക്ക് ചെയ്യപ്പെടുന്നത് അവർ പോലും അറിയുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അറിയുന്നേ ഉണ്ടാവത്തില്ല. ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതിന്റെ ഇപ്പൊ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനുള്ള ആപ്പുകൾ അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡേറ്റിംഗ് ആപ്സ് അതെ ഉണ്ട്, അതെ അതെ ഫ്രണ്ട്ലി ഓ ആയിട്ട് ഫ്രണ്ട്സിന്റെ ₹1 ആപ്പ് കൊടുത്ത് തുടങ്ങാം തുടങ്ങാൻ സൗഹൃദം എന്നൊക്കെ പോവാണ്. അപ്പോൾ പറയുന്നത്. ഇതിനകത്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര നേരം സംസാരിക്കും അതനുസരിച്ചാണ് പേയ്മെന്റ് വരുന്നത്. യെസ് യെസ് യെസ്. അപ്പോൾ ഹാക്കേഴ്സിന് എത്ര ആ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ഫോൺ ഹാക്ക് ചെയ്യാൻ ഒരു ലിങ്ക് അയച്ചാൽ മതി. നമുക്കൊരു ക്ലിക്കിൽ അത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പോലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഫോണാണ്. മറ്റേ ഫോണിൽ മാത്രമേ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുക്കത്തുള്ളൂ. ഈ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നില്ല. ഈ വൈഫൈ കണക്ഷൻ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കങ്ങനെ പേടിയാവുക. കാരണം ഇന്നത്തെ കാലത്ത് ഹാക്ക് ചെയ്യാനായിട്ട് യാതൊരു പാടുമില്ല. ഒരു പാടുമില്ല. ആ ഒരു സ്ഥലത്താണ് ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്നത്. ഇതിന് റെഡി ആയിട്ടുള്ളവരുടെ കോണ്ടന്റ്സ് ഡിമാൻഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ട്രെയിലർ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഡിമാൻഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ടീസ് ചെയ്തിട്ട് ടീസ് ചെയ്തിട്ട്. അപ്പോൾ സർഫസിലുള്ളത് അവർ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ലീക്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഡീപ് വെബിൽ ഓൾറെഡി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ പോലും അറിയാതെ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു സാങ്കല്പിക സിറ്റുവേഷൻ ചോദിച്ചോട്ടെ. ഇപ്പൊ എ എന്ന് പേരുള്ള ഒരു നടി അവരിങ്ങനെ പ്രീമിയം കണ്ടന്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ചെയ്യുന്നു, ഒരു 10% നഗ്നതയോടുകൂടി അത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഇപ്പൊ ഒരു ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് പോയതിനു ശേഷം ഇത് എന്ന് പറഞ്ഞൊരു നടിയായിട്ട് ഇതാക്കി പറയണ്ട, ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട്. മെയിൻ ആയിട്ടുള്ള ഹീറോസിന്റെ ഒക്കെ കൂടെ ലീഡ് ആക്ട്രസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞിട്ട് തന്നെ പറയാം. ഫോൺ എടുത്ത് നോക്കിക്കോളൂ. കിരൺ റാത്തോറിന്റെ തന്നെ പേജ് നോക്കിക്കോളൂ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ലീഡിങ് ആക്ടറിൽ തമിഴിലും മലയാളത്തിലും ഒക്കെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ആളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ്ലി ടെലിഗ്രാമിലോട്ടും ഉണ്ട്, വേറൊരു ആപ്ലിക്കേഷനിലോട്ടും ഉണ്ട്. ആ ടെലിഗ്രാം ചാനൽ ആർക്ക് വേണമെങ്കിലും തുറക്കാന്നുള്ള രീതിയിലാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാൻ 6000 7000 രൂപ ഒറ്റ പിക്ചറിന് ശേഷം വരുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ കോൾ, 1-to-1 കോൾ. അതിന് ലാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്.